നീ കണ്ടില്ലേ, അവനിവിടെ തന്നെ ഉണ്ട്. ആടാ ഞങ്ങൾ ഒളിച്ചു വെച്ചിരുന്ന പണപ്പെട്ടി നീ എടുത്തത്, എന്നിട്ട് അറിയാത്ത പോലെ അഭിനയിക്കുവാ. ആ ബാഗ് ഞാൻ എടുത്തിട്ടില്ല. നീ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങ് വിശ്വസിക്കുമെന്ന് വിചാരിച്ചോ? ഒരു ബാഗ് ഞാൻ എടുത്തില്ലെന്ന് പറഞ്ഞില്ലേ? നിന്റെ ഫോൺ എവിടെ? നിനക്ക് ഒരു ദിവസം സമയം തരാം. ഇതെന്റെ നമ്പർ. നാളെ ഞാൻ തന്നെ നിന്നെ വിളിക്കും. ആ പണം അടങ്ങിയ ബാഗ് എവിടെ നീ എന്നോട് പറയണം. ഇല്ലെങ്കിൽ നിന്നെ നിന്റെ ഭാര്യയും ഒന്ന് കളയടാ. മനസ്സിലാടാ, ഒറ്റ ദിവസം സമയം. നീ മറക്കണ്ട. സാർ, വാർണിംഗ് കൊടുത്തത് സത്യമാണ് സാർ. പക്ഷേ അവനെ കൊന്നത് ഞങ്ങളല്ല സാർ. എന്നെ വിശ്വസിക്കും സാർ. അപ്പോൾ അവൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ഗൗതമിനോട് ഋഷി പറഞ്ഞത് സത്യമാണ്. ഋഷിയുടെ കൊലപാതകവും വിശ്വനാഥന്റെ കൊലപാതകവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഋഷിയെയും വിശ്വനാഥനെയും കൊന്നത് ഒരാളാണെന്ന് കരുതിയാൽ 2 ബുള്ളറ്റ്സും 2 ഗണ്ണിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2 കൊലപാതകങ്ങൾക്കും പിന്നിലുള്ള സത്യസന്ധമായ കഥ ശരിക്കും എന്തായിരിക്കും? വിശുദ്ധ്, ഗീതയോട് പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വരാൻ പറ. സാർ, എന്നെ വിളിപ്പിച്ചത്? നിങ്ങളുടെ ഫോണിൽ ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡിംഗ് ഉണ്ടല്ലേ, റൈറ്റ്? ആ ഉണ്ട് സാർ. നിങ്ങളുടെ ഭർത്താവിന്റെ ഫോൺ കിട്ടിയെന്ന് പറഞ്ഞ് നിങ്ങളൊരാൾ വിളിച്ചിരുന്നില്ലേ? അതെ സാർ. നിങ്ങൾ ആ വോയിസ് ഒന്ന് പ്ലേ ചെയ്തേ. ഓക്കെ സാർ. ഹലോ ഹലോ, ഈ ഫോൺ എനിക്ക് നിലത്ത് കിടന്ന് കിട്ടിയാ? ഈ ഫോൺ എന്റെ ഹസ്ബൻഡിന്റെയാ. ഇതിപ്പോ വന്നൊന്ന് മേടിച്ചിട്ട് പോകാൻ പറ്റുമോ? ഈ പാതിരാത്രി സമയത്തോ? നാളെ ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കും. നിങ്ങളുടെ അഡ്രസ്സ് പറയൂ, ഞാൻ തന്നെ കൊണ്ടുതരാം. ഓക്കെ, താങ്ക് യു. എന്ത് പറ്റി സാർ? അല്ല, കേസിന്റെ ആവശ്യത്തിന് വേണ്ടി. Let's do this. ഹായ്. ഹായ് ഗൗതം. ലാൻഡ് ചെയ്യാനങ്ങ് വിറ്റു. ഇന്ന് 5 കോടി. നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? ഗൗതം, ഈ പൈസ എവിടുന്നാ? സ്ഥലം വിറ്റുന്ന് ഞാൻ പറഞ്ഞില്ലേ? സത്യം പറ ഗൗതം. എന്റെ വീട്ടിൽ നിന്ന് പൈസ മോഷ്ടിച്ചത് നീയാണല്ലേ? പ്ലീസ് ഗൗതം, പണം ഇരിക്കുന്ന ഈ ബാഗ് എൻ്റെ അച്ഛൻ തന്നതാ. നീ ഇനി കള്ളം പറയാന്ന് വിചാരിക്കണ്ട. എന്ത് ജീവിതം ഇത്! 10 കോടി രൂപ കയ്യിൽ വെച്ചിട്ട് 1000 രൂപ കൊടുത്തൊരു ബാഗ് വാങ്ങാൻ മടിച്ചാ ഇങ്ങനെ തന്നെ ഉണ്ടാവുക. സത്യം മനസ്സിലാക്കിയത് നിഴലാണെങ്കിൽ പോലും ആപത്താ.
വല്ലാത്ത ടിസ്റ്റായി പോയല്ലേ ഗൗതം. ശബ്ദം മാറ്റിയിട്ടും ശൈലി മാറ്റാൻ പറ്റിയില്ല അല്ലേ? അതാ ഹാപ്പി മോർണിംഗ്. ഹാപ്പി മോർണിംഗ് സർ, ഹാപ്പി മോർണിംഗ് സർ, ഹാപ്പി മോർണിംഗ് സർ, ഹാപ്പി മോർണിംഗ്. ആ ഹാപ്പി മോർണിംഗിലാണ് നീ പെട്ടുപോയത് ഗൗതം. നീ പോലീസുകാരെ പറ്റിക്കാന്ന് കരുതിയോ? നീ വിചാരിക്കുന്ന പോലെ ബുദ്ധിയില്ലാത്തവരല്ല ഞങ്ങള്. ചേട്ടാ, ഹായ്ടാ. എന്ത് പറയുന്നേട്ടാ? കുഴപ്പമൊന്നുമില്ല. ഹൈദരാബാദിന് എപ്പോഴാണ് വന്നേ? കുറച്ച് ദിവസമായി. അത് ശരി. എന്നിട്ട് ഇപ്പം എന്താണ് പരിപാടികൾ? ഇവിടെ ഒരു പ്രൈവറ്റ് കോളേജിൽ PT മാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുക. ഓ അത് ശരി. Cheers. ആക്ച്വലി ഞാൻ നിന്റെ അടുത്ത് എന്തിനാ വരാൻ പറഞ്ഞെന്ന് വെച്ചാ, പറയട്ടാ. വീട്ടിലേക്ക് എടുത്തിട്ട് പോയാലോ? മോഷണം നടന്ന് പോലീസ് അറിഞ്ഞ നമ്മളെപ്പോഴും ആൾക്കാരുടെ വീട് മുഴുവൻ പോലീസ് അരിച്ചു പേർക്കും. അപ്പോ വീട് സേഫ് അല്ല, വേറെന്ത് ചെയ്യാനാ? എനിക്കറിയാവുന്നൊരു സീക്രട്ട് ലൊക്കേഷൻ ഉണ്ട്, പാപ്പോ. നിനക്ക് ഒരു ദിവസം സമയം തരാം. ഇതെന്റെ നമ്പർ. നാളെ ഞാൻ തന്നെ നിന്നെ വിളിക്കും. ആ പണം അടങ്ങിയ ഭാഗം എവിടെ നീ എന്നോട് പറയണം. ഇല്ലെങ്കിൽ നിന്നെ നിന്റെ ഭാര്യയും ഒന്ന് കളയടാ. മനസ്സിലാടാ? ഒറ്റ ദിവസം സമയം, നീ മറക്കണ്ട. ഇതാണടാ ശരിക്കും നടന്നത്. ഇതിലിപ്പോൾ ഞാനെന്താ ചെയ്യണ്ടേ? ഇപ്പൊ ആ കാശിന്റെ ബാഗ് ആ റൗഡികൾക്ക് നീ വേണം പോയി കൊടുക്കാൻ. ഞാനോ? ചേട്ടൻ തന്നെ കൊടുത്താൽ പോരെ? ആ ഫോൺ സ്വിച്ച് ഓഫ് എന്നാടാ പറയുന്നത്. എപ്പോ ഓൺ ചെയ്യുന്ന പോലും അറിയത്തില്ല. ഇതെന്റെ ഭാര്യ എങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ. ഏടത്തി ഉറപ്പായിട്ടും നിങ്ങളെ വിട്ടിട്ട് പോകുന്ന തോന്നുന്നത്. ഈ ഒരേ ഒരു ഹെൽപ്പ് ചെയ്യടാ. ശരി ചേട്ടാ, ഞാൻ നോക്കിക്കോളാം. ആടാ, അവന്റെ ഫോൺ നമ്പർ ഒന്ന് നോട്ട് ചെയ്തേക്കട്ടോ. ആ പറയട്ടാ. 989490. ഡാ, ആ ഞാനൊന്ന് ടോയ്ലറ്റിലേക്ക് പോയിട്ട് വരാം. ആ ഡാ, എന്താട്ടാ? ചേട്ടാ ഞാൻ കൂടെ വരണോ?
ഒന്നും വേണ്ട. ശരി, സൂക്ഷിച്ചു പോട്ടാ. ചേട്ടാ, ബില്ലൊക്കെ ഞാൻ കൊടുത്തു. വാ നമുക്ക് പോവാം. ബില്ല് അടച്ചെന്നാ? ബില്ല് ഞാൻ അടയ്ക്കാറുന്നില്ലടാ. ബില്ല് കൊടുത്തുന്നേ. വാ നടക്ക്. ഇതില് എത്രയുള്ള ചേട്ടാ? എണ്ണി നോക്കാനൊക്കെ സമയമൊന്നും കിട്ടിയില്ലടാ. ശരി, ഇതിൽ എത്രയാണെങ്കിൽ നമുക്കിപ്പോൾ എന്താ? അവൻ്റെ ബാഗ് അവന് കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ ചേട്ടാ. അത്രേ ഉള്ളൂടാ. അവന്റെ ഫോൺ നമ്പർ കിട്ടിയതും അവനോട്ട് കൊടുത്തേക്കട്ടാ. ഞാൻ ഫോൺ നമ്പർ നിനക്ക് തന്നല്ലോ അല്ലേ? തന്നിട്ടുണ്ട്. എന്തു പറ്റി ചേട്ടാ? എന്റെ ഫോൺ കാണുന്നില്ലടാ. അത് കാണുന്നില്ലേ? ഇനി അവിടെ റെസ്റ്റോറന്റിൽ ഞാൻ മറന്നു വെച്ചോ. അത് ഞാൻ ആരോടൊന്ന് വിളിച്ചു നോക്കി. സ്വിച്ച് ഓഫ് ആണല്ലോ ചേട്ടാ. അപ്പോൾ ഫോൺ ആരോ അടിച്ചു മാറ്റിയിട്ടുണ്ട്. എൻ്റെ ഫോൺ നമ്പർ പറഞ്ഞേ. ഒരുപക്ഷെ അവരെൻ്റെ വീട്ടിലോട്ട് വന്നാ ബാഗ് നിന്റെ കയ്യിലുണ്ടെന്ന് പറയാം. 9030067007. എടാ, ഈ പേന നേരെ തെളിയുന്നില്ല. നീ നാളെ രാവിലെ തന്നെ വീട്ടിലേക്ക് കേട്ടോ. എങ്ങനെയെങ്കിലും നീ ഈ ബാഗ് അവനൊന്ന് കൊടുക്കണം. ശരി ചേട്ടാ, അത് ഞാൻ നോക്കിക്കോളാം. ഹലോ. ഹലോ. ഹാപ്പി മോർണിംഗ്. ഈ ഫോൺ എനിക്ക് കളഞ്ഞു കിട്ടിയതാ. ഈ ഫോൺ എന്റെ ഹസ്ബൻഡിന്റെയാ. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് മേടിക്കാൻ പറ്റുമോ? ഈ പാതിരാത്രി സമയത്തോ? നാളെ ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കും. നിങ്ങളുടെ അഡ്രസ്സ് പറ, ഞാൻ കൊണ്ടുവന്ന് തന്നേക്കാം. ഓക്കെ, താങ്ക്സ്. അഡ്രസ് ശരി, ഓക്കെ, ഞാൻ വരാം. ഹലോ. ഹലോ. ഞാനിവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ വരാം. ശരി, ഓക്കെ.
എൻ്റെ ക്ലയൻറ്റിന് എന്തിനാവശ്യമില്ല നീ കൊന്നത്? ഞാനോ? ഞാൻ എന്തിനാ കൊല്ലുന്നേ? കണ്ടില്ലേ, പറ, എന്തിനാ നീ കൊന്നത്? ആ 10 കോടിനെ കുറിച്ച് അറിഞ്ഞാൽ ഷെയർ ചോദിക്കുമല്ലോ. എന്തു പറഞ്ഞു? സാർ, നാളെ ബൂത്ത് ബംഗ്ലാവിൻ്റെ അടുത്ത് ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കി മാറ്റാൻ പോകും സാർ. ആ ട്രാൻസാക്ഷനിൽ ഞങ്ങൾ രണ്ടുപേർക്കും ഒരു വലിയ എമൗണ്ട് കമ്മീഷനായിട്ട് വരുന്നു സാർ. ആ മുഴുവൻ കമ്മീഷൻ അടിക്കാൻ വേണ്ടി ഞാൻ ഋഷിയെ കൊന്നല്ലേ? അതെ സാർ, അതുകൊണ്ടാണ് ഞാൻ കൊന്നു കളഞ്ഞത്. വാടാ പോലീസ് സാർ സ്റ്റേഷനിലോട്ട്. സാർ വേണമെങ്കിൽ മൊത്തം കമ്മീഷനും സാറ് തന്നെ മേടിച്ചോളൂ സാർ. എന്താടാ നീ എനിക്ക് തന്നെ കൈക്കൂലി തരുവാണോ? ഈ കമ്മീഷൻ ആഗ്രഹിച്ച് തന്നെയല്ലടാ നീ ഋഷിയെ കൊന്നത്. അതിൻ്റെ ഇടയ്ക്ക് ആ ഗീതയുടെ ലൈഫും പോയി. സാർ ആ കമ്മീഷൻ മൊത്തം ഞാൻ സാറിന് തരാം സാർ. സാറ് തന്നെ അത് ഗീതയ്ക്ക് കൊടുത്തേക്ക്. അങ്ങനെയെങ്കിലും ഞാൻ ചെയ്ത തെറ്റിന് എനിക്കൊരു പ്രായച്ചിത്തം കിട്ടുമല്ലോ സാർ. പ്ലീസ് സാർ. ആ കമ്മീഷൻ്റെ പൈസ ഗീതയുടെ കൈ കിട്ടിയ ഉടനെ ഇവനെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം. എന്തെങ്കിലും പരിപാടി കാണിച്ചാൽ സാർ ആ വീഡിയോ സാറിൻ്റെ അടുത്ത് തന്നെയല്ലേ ഉള്ളൂ സാർ. എന്തെങ്കിലും പ്രശ്നം തോന്നി കഴിഞ്ഞാൽ സാറ് തന്നെ അത് പോലീസിൻ്റെ അടുത്ത് കൊടുത്തു. ഓവറായിട്ട് സംസാരിക്കാതെ വാ. ഈ സമയത്ത് സാർ എന്തിനാണ് സാർ ഇങ്ങോട്ട് വന്നത്? ഹലോ ലോയർ സാർ. ഹലോ സാർ, എവിടെയാണ് സാർ ഉള്ളത്? ഞാൻ ഇനിയും ഫ്രീ ആയിട്ടില്ല. നിങ്ങൾ എവിടെ ഉള്ളതെന്ന് പറയൂ സാർ, ഞാൻ അവിടെ വന്നിട്ട് ഒപ്പം പഠിക്കാം സാർ. ഞാൻ ഒരുപാട് ദൂരെ ഉള്ളത്. അങ്ങനെയാണോ? ഇനി ഒരു 2 മണിക്കൂറിൽ ഞാൻ തന്നെ വീട്ടിലോട്ട് വരും. ശരി സാർ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിൽ വരാം. ഓക്കെ സാർ, ബൈ സാർ. ഞാൻ ഋഷിയുടെ വീട്ടിനോട് വെയിറ്റ് ചെയ്യുമ്പോൾ നീ ടെൻഷൻ അടിച്ച് വീട്ടിനകത്തേക്ക് പോകുന്നത് ഞാൻ കണ്ട് ഫോളോ ചെയ്തതാണ്. നീ ഋഷിയെ കൊല്ലുന്നത് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തു. അതിനുശേഷം അടുത്ത ദിവസം അവന്തികയുടെ അച്ഛൻ്റെ അസ്ഥി ഗോദാവരിയിൽ ഒഴുക്കുവാൻ വേണ്ടി രാജമണ്ഡലിലേക്ക് പോയി. ചിതാഭസ്മം ഒഴുക്കാൻ പോവാൻ എത്ര മണിക്ക് വരാനാ പൂജാരി പറഞ്ഞേ? 7 o'clock വരാൻ പറഞ്ഞിട്ടാ. ഓക്കെ, ഗുഡ് നൈറ്റ്. യാ, ഗുഡ് നൈറ്റ്. അവന്തിക ഫോൺ സൈലന്റ് ഇട്ടിട്ട് അവിടെ നിന്ന് ഞാൻ പോന്നു.